ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെൻ്റെ പ്രസവരക്ഷയുടെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് പ്രസവരക്ഷയ്ക്ക് ചെയ്തത്. എൻ്റെ അമ്മയാണ് എല്ലാം ചെയ്തത്. പക്ഷേ എൻ്റെ അമ്മ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ, പറഞ്ഞ പോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേദവെള്ളം കുളിപ്പിക്കലാണ് ഫസ്റ്റ്. അപ്പോൾ അത് പുറത്ത് തന്നെ ഒരു അടുപ്പ് വെച്ച് അവിടെയാണ് എല്ലാ ഇലകളും ഇട്ട്, കുരുമുളകിൻ്റെ ഇല, പിന്നെന്താ അങ്ങനെ പേരയില, അങ്ങനെ കുറേ ഇലകൾ കേട്ടോ, കറിവേപ്പില, ആര്യവേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുഴമ്പ് വരട്ടും. ധന്വന്തരം കുഴമ്പും 40 കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് അതിൽ മഞ്ഞൾ ഇട്ടിട്ട് ആണ് തന്നിരുന്നത്. പിന്നെ മറ്റേ പിണ്ടതൈലും ഇല്ലേ, അങ്ങനെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. എൻ്റെ മേത്ത് പിടിപ്പിക്കും അമ്മ നല്ലോണം തേച്ച്. അതിൽ മഞ്ഞളും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മേത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടാണ് കുളിക്കാറ്. അങ്ങനെ വേദവെള്ളം കുളി ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചത് ചുക്കും ചക്കര. ചുക്കും ചക്കരയാണ് കഴിച്ചത്. അതും അമ്മ തന്നെ ഉണ്ടാക്കിയെന്ന് വാങ്ങിച്ച്. പിന്നെ അതിന് ശേഷം കഷായം തുടങ്ങി. എല്ലാത്തിൻ്റെയും ബോട്ടിലിൻ്റെ പേര് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിൽ ഒരു ഗുളികയും കൂടെ ചേർക്കും. ധന്വന്തരത്തിൽ ഒരു ഗുളികയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കഷായം കുടിച്ചിരുന്നത് വെറും വയറ്റിൽ. പിന്നെ അമ്മ തന്നെ ഉണ്ടാക്കിയെന്ന ഉള്ളിലേഹിയാണ്. നാളികേരപ്പാലൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതാണ് കഴിച്ചത്. പിന്നെ മറ്റേ അതൊക്കെ കഴിഞ്ഞപ്പോൾ പൂക്കുലലേഹിയാണ് കേട്ടോ. അതും ഡോക്ടറെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഈ ഒരു പ്രസവരക്ഷയുടെ ഇടയിൽ നമ്മൾ തോർത്തുമുണ്ടുകൊണ്ട് വയറ് കിട്ടുമല്ലോ ചിലർ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ആദ്യത്തെ ഡെലിവറിക്ക് വയറിൽ തുണിയൊന്നും കെട്ടിയിട്ട് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം തുണിയല്ല കെട്ടിയത്, ബെൽറ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായി, ഹസ്ബൻഡ് പോസ്റ്റ്നേറ്റൽ ബെൽറ്റ്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വയറൊക്കെ നല്ലോണം കുറവുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കഴിച്ചത് ഫുഡൊക്കെ ഇങ്ങനെയായിരുന്നു. ചെറുപയർ കഞ്ഞി, നല്ല പച്ചക്കറികൾ, പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ്, ഇലക്കറികൾ, മുരിങ്ങയില ഞാൻ ഡെയിലി കഴിച്ചിരുന്നു കേട്ടോ. കാരണം പാലുണ്ടാവാനായാലും നമ്മുടെ ഹെൽത്തിനായാലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവും ആഫ്റ്റർ ഡെലിവറി ചില ലേഡീസിനൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതാവാനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ 3 ലിറ്റർ വെള്ളം കുടിക്കും, 4 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കും ഞാൻ. പിന്നെ ഇങ്ങനെയാണ് മുരിങ്ങയില അമ്മ മിക്ക ദിവസം തരിക, അങ്ങനെ ചോറിൻ്റെ അടിയിലിട്ടിട്ട്. പിന്നെ എപ്പോഴും ഒരു മുട്ട പുഴുങ്ങിയത് വൈകുന്നേരം കഴിക്കും, പിന്നെ ഒരു മുട്ട ഓംലേറ്റ് അടിച്ച് കഴിക്കും. പിന്നെ കൂടുതലും പച്ചക്കറി കഴിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ ഒരു 3 മാസം ഞാൻ വറുത്തതും പൊരിച്ചതൊക്കെ ഒന്ന് കുറച്ചു കേട്ടോ. അപ്പോൾ സ്ട്രെച്ച് മാർക്കിൻ്റെ ഒരു ക്രീം കൂടെ യൂസ് ചെയ്തിരുന്നു, പോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കണ്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് 28 ഡേയ്സിലാണ് സ്ട്രെച്ച് മാർക്കൊക്കെ പോയിട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടുണ്ട്, പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ പ്രസവരക്ഷ. എൻ്റെ അമ്മ എല്ലാം എനിക്ക് ഇപ്രാവശ്യം നല്ല രീതിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം മൂത്ത മോൾക്ക് ഇതുപോലെ വയ്യ, അതുകൊണ്ട് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.